കോഴിക്കോട് മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് വാഹനങ്ങൾ കട്ടപ്പുറത്ത്. എൻഫോഴ്സ്മെന്റ് വിഭാഗത്തിന്റെ 5 വാഹനങ്ങളാണ് ഡീസൽ അടിക്കാൻ പണമില്ലാത്തതിനെ തുടർന്ന് ഒരു മാസമായി കട്ടപ്പുറത്തുള്ളത്. വാഹനങ്ങൾക്ക് ഡീസൽ അടിച്ച വകയിൽ സ്വകാര്യ പമ്പിൽ നൽകാനുള്ളത് 3 മാസത്തെ കുടിശ്ശിക ഇനത്തിൽ 2 ലക്ഷം രൂപയോളമാണ്. രാഹുൽ കെ വി ഉണ്ട് വിവരങ്ങളുമായി. രാഹുൽ, ഗുഡ് മോർണിംഗ്. കേരളപ്പിറവി ദിനാശംസകൾ നേരുന്നു. കുറേ ദിവസങ്ങളായി ഈ 3 മാസത്തെ കുടിശ്ശിക ഇനത്തിൽ 2 ലക്ഷം രൂപ നൽകാനുണ്ട്. കട്ടപ്പുറത്തിരിക്കുന്ന വാഹനങ്ങൾക്ക് എന്നാണ് ഒരു ശാപമോക്ഷം ഉണ്ടാവുക? ഈ ദാരിദ്ര്യമുക്ത സംസ്ഥാനം എന്നൊക്കെ പ്രഖ്യാപിക്കുന്നതിന്റെ കൂട്ടത്തിൽ ഇത്തരം ചില ദാരിദ്ര്യം കൂടി നിർമ്മാർജ്ജനം ചെയ്യാനുള്ള ഉത്തരവാദിത്തം സർക്കാരിനില്ലേ? മോത്തി, ശുഭദിനം. കേരളപ്പിറവി ദിനാശംസകൾ. കോഴിക്കോട് മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെൻറ്റ് വിഭാഗത്തെ സംബന്ധിച്ച് പ്രതിസന്ധിയുടെ ഘട്ടമാണ്. എൻഫോഴ്സ്മെൻറ്റ് വിഭാഗത്തിന് ആകെ 9 വാഹനങ്ങളാണ് ഉള്ളത്. ഇതിൽ 5 ഒരു മാസത്തോളമായി കട്ടപ്പുറത്താണ്. അതായത് ഡീസൽ അടിച്ച പണം നൽകാത്തത് കൊണ്ട് ഇനി ഇന്ധനം നൽകാൻ കഴിയില്ല എന്ന് പെട്രോൾ പമ്പുകാർ നിലപാട് സ്വീകരിച്ചു. അതിന് പിന്നാലെയാണ് ഈ 5 വാഹനങ്ങളും ഡീസൽ വാഹനങ്ങളും ഓടിക്കാൻ കഴിയാത്ത വിധം എൻഫോഴ്സ്മെൻറ്റ് വിഭാഗം ചേവായൂർ ഓഫീസിൽ കോമ്പൗണ്ടിൽ പല സ്ഥലങ്ങളിലായി നിർത്തിയിട്ടിരിക്കുന്നത്. 9 വാഹനങ്ങളെന്ന് പറയുമ്പോൾ 4 EV വാഹനങ്ങളാണ്, ഇലക്ട്രിക് വെഹിക്കിൾസ് ആണ്. ഇതുമാത്രം ഉപയോഗിച്ചാണ് ഇപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് വിഭാഗത്തിൻ്റെ റോഡ് പരിശോധന തുടരുന്നത്. അതായത് ഇപ്പോൾ നിരത്തുകളിൽ മുൻപൊക്കെ മോട്ടോർ വാഹന വകുപ്പ് സർക്കാർ നിർദ്ദേശപ്രകാരം പരിശോധനകൾ കൂടുതൽ കർശനമാക്കിയിരുന്നു. അപ്പോൾ ഈ വാഹനങ്ങളൊക്കെ ഇപ്പോൾ എവിടെ പോയി? 2 ഇൻ്റർസെപ്റ്ററാണ്, ബാക്കി 3 മറ്റു വാഹനങ്ങൾ. ഈ വാഹനങ്ങൾ നിരത്തുകളിൽ ഇപ്പോൾ കാണുന്നില്ലല്ലോ എന്ന ആളുകൾക്ക് സംശയം തോന്നിക്കഴിഞ്ഞാൽ ആ വാഹനങ്ങൾ ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഓഫീസ് കോമ്പൗണ്ടിൽ തന്നെ നിർത്തിയിട്ടിട്ടുണ്ട് എന്നതാണ് കൃത്യമായ ഉത്തരം. കോഴിക്കോട് നഗരത്തിലുള്ള ഒരു പമ്പിൽ നിന്നാണ് ഈ വാഹനങ്ങൾക്ക് ഡീസൽ അടിച്ചിരുന്നത്. അങ്ങനെ 3 മാസമായി പണം നൽകിയിട്ടില്ല. 2 ലക്ഷത്തോളം രൂപയാണ് കുടിശ്ശികയായുള്ളത്. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഈ കട്ടപ്പുറത്ത് ഓടാതെ നിർത്തിയിട്ടിരിക്കുന്ന വാഹനങ്ങളിൽ ഒന്നെന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് തിരുവനന്തപുരത്ത് കൂടുതൽ മോട്ടോർ വാഹന വകുപ്പിൻ്റെ വാഹനങ്ങൾ വാങ്ങുകയും അതിൻ്റെ ഫ്ലാഗ് ഓഫ് മന്ത്രി കെ വി ഗണേഷ് കുമാർ നിർവഹിക്കുകയും ചെയ്തിരുന്നത്. ആദ്യം സംഘാടനത്തിലെ പിഴവ് മൂലം മന്ത്രി വലിയ പ്രതിഷേധം രേഖപ്പെടുത്തുകയും ആ പരിപാടി റദ്ദാക്കുകയും ചെയ്തു. പിന്നീട് വീണ്ടും പരിപാടി നടത്തിയാണ് ഫ്ലാഗ് ഓഫ് കർമ്മം പൂർത്തിയാക്കിയിരുന്നത്. അങ്ങനെ ജില്ലയിലേക്കൊരു വാഹനം ലഭിച്ചിരുന്നു. ആ പുതിയ വാഹനവും ജില്ലയിലേക്ക് എത്തിയെന്ന് മാത്രമേ ഉള്ളൂ. അന്ന് മുതൽ നിർത്തിയിട്ടിരിക്കുകയാണ്, ഡീസൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ. ഏതായാലും 2 വർഷം മുൻപും ഇതുപോലെയുള്ള പ്രതിസന്ധി എൻഫോഴ്സ്മെൻറ്റ് വിഭാഗത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെ 1 മാസത്തോളമൊന്നും ഒന്നും നീണ്ടു നിൽക്കുന്നതായിരുന്നില്ല. ഫണ്ട് അനുവദിക്കുകയും ആ പ്രതിസന്ധി പരിഹരിക്കുകയും ചെയ്തിരുന്നു. ഇന്ധനം ഉപയോഗിച്ച് ഓടിക്കുന്ന വാഹനങ്ങൾ ഒഴിവാക്കാമെന്ന തീരുമാനമൊന്നും മോട്ടോർ വാഹന വകുപ്പിന് ഇല്ലല്ലോ അല്ലേ? മുത്തി, അതാണ് കേരള റോഡ് സേഫ്റ്റി അതോറിറ്റി, അതിൻ്റെ ഫണ്ടിൽ നിന്നാണ് എൻഫോഴ്സ്മെൻറ്റ് വാഹനങ്ങൾക്ക് ഡീസൽ അടിക്കുന്നതിനുള്ള ഫണ്ട് അനുവദിക്കേണ്ടത്. ഇലക്ട്രിക് വെഹിക്കിൾസ് വന്നതുകൊണ്ട് മറ്റു ഡീസൽ വാഹനങ്ങൾ മാറ്റി നിർത്തിയേക്കാവുന്നൊരു തീരുമാനം നിലവിലേതായാലും ഇല്ല എന്നാണ് നമ്മൾ ഈ വകുപ്പുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്ന സമയത്തും അറിയുന്നത്. അതായത് ഫണ്ട് അനുവദിക്കുന്നതിൽ വലിയ കാലതാമസം ഉണ്ടായതാണ്. പക്ഷേ നടപടിക്രമങ്ങളൊക്കെ നടന്നു വരുന്നുണ്ടെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. EV വെഹിക്കിൾസ് ഉള്ളതുകൊണ്ട് പരിശോധന നിലവിൽ കോഴിക്കോട് ജില്ലയിൽ എൻഫോഴ്സ്മെൻറ്റ് വിഭാഗം നടത്തുന്നത് 2 ഷെഡ്യൂൾ അല്ലെങ്കിൽ 2 ഷിഫ്റ്റ് എന്ന വണ്ണമാണ്. ആകെ 4 EV വെഹിക്കിൾസാണ്. ഒന്ന് വടകരയിലാണ് എൻഫോഴ്സ്മെൻറ്റ് വിഭാഗത്തിനായി ഓടുന്നത്. അപ്പോൾ ഈ ഉദ്യോഗസ്ഥർ രാവിലെ ഈ പരിശോധനയ്ക്ക് വേണ്ടി ഇറങ്ങും, പിന്നീട് തിരിച്ച് ഓഫീസിലേക്ക് വരും, വാഹനം കുത്തിയിടും. ചാർജ് ആയതിനു ശേഷം 2ാം ഘട്ടം എന്ന വണ്ണം പരിശോധനയ്ക്കായി ഇറങ്ങുന്ന രീതിയിലാണ് നിലവിൽ നിരത്തുകളിൽ മോട്ടോർ വാഹന വകുപ്പിൻ്റെ പരിശോധന പുരോഗമിച്ചു വരുന്നത്. ഏതായാലും ഫണ്ട് അനുവദിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നു എന്നാണ് വകുപ്പുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ നമ്മൾ അന്വേഷിക്കുമ്പോൾ മനസ്സിലാകുന്നത്. വലിയ പ്രതിസന്ധി ഘട്ടം തന്നെയാണ്. ഏതായാലും ഡീസൽ അടിക്കാതെ വാഹനങ്ങൾ കട്ടപ്പുറത്ത് നിൽക്കുന്നു എന്നത് നാണക്കേടുള്ളൊരു കാര്യം കൂടി തന്നെയാണ്. തീർച്ചയായിട്ടും രാഹുൽ കെ വി ആണ് വിശദവിവരങ്ങൾ പങ്കുവച്ചത്. ഏതായാലും ഡീസൽ അടിക്കാതെ കട്ടപ്പുറത്ത് വാഹനങ്ങൾ ഇരിക്കുക എന്ന് പറയുന്നത് അതൊരു വലിയ നാണക്കേട് തന്നെയാണ്. രാഹുൽ പറഞ്ഞതുപോലെ ഈ നാണക്കേടിൽ നിന്ന് മുക്തി ഉണ്ടാവുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. വേണ്ടപ്പെട്ടവരിത് ശ്രദ്ധിക്കുന്നു എന്നും കരുതുന്നു.